Hello friends, welcome to my channel. Today we are going to understand a poem Tonight I Can Write the Saddest Lines by Pablo Neruda. Pablo Neruda was a Chilean poet. He was born in the year 1904 in Paral, Chile. അപ്പോൾ പാബ്ലോ നെരൂദ ഒരു ചിലിയൻ പോയറ്റാണ്. അദ്ദേഹം ഒരു പോയറ്റ് എന്നതിനേക്കാൾ ഉപരി ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. 1904 അദ്ദേഹം ജനിക്കുന്നത്. ചിലിയിലെ പരാലിലാണ് അദ്ദേഹം ജനിക്കുന്നത്. He was involved in many political activities and he even found himself in exile. One of the notable works of Pablo Neruda is 20 love poems and a song of despair. This volume of verse contains the poem Tonight I Can Write the Saddest Lines. It was published in the year 1924. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹി വാസ് എ ഡിപ്ലോമാറ്റ്, അല്ലെ, ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. എക്സൈൽ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ്, നാടുകടത്തപ്പെടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. Neruda became famous after the publication of this work, 20 love poems and a song of despair. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ളൊരു വർക്കാണ്. ഇതൊരു വോള്യൂം ഓഫ് വേഴ്സാണ്, ഒരു കളക്ഷൻ ഓഫ് പോയട്രിയാണ്. അപ്പോൾ ഈ ഒരു പബ്ലിക്കേഷനിലൂടെയാണ് ദിസ് വർക്ക് പബ്ലിഷ് ഇൻ ദ ഇയർ 1924, 1924 ഈ ഒരു കളക്ഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ പബ്ലിഷ് ചെയ്തതോട് കൂടിയിട്ടാണ് നെരുദ ബിക്കം ഫേമസ് ആവുന്നത്. അവർ പോയം ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് ഇൻക്ലൂഡ് ഇൻ ദിസ് കളക്ഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു കവിതയും ഈ ഒരു കളക്ഷനിൽ ഉൾപ്പെടുന്നതാണ്. This poem was written in Spanish 1924 and later translated into English 1969. അപ്പോൾ ഈ ഒരു കവിത നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു പോം ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻ ഇസ് ഒറിജിനലി റിട്ടൺ ഇൻ സ്പാനിഷിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ലേറ്റർ ഇറ്റ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് 1969, 1969 പിന്നീട് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബൈ W.S. മെർവി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദ ടോട്ടൽ തീം ഓഫ് ദ പോയം ഈസ് ദ പെയിൻ ഓഫ് ജിൽറ്റഡ് ലവർ. അപ്പോൾ ഈ ഒരു കവിതൻ്റെ ഒരു തീം എന്ന് പറയുന്നത് പെയിൻ ഓഫ് എ ലവർ, ഒരു ലോസ് ലവറാണ്. ലോസ് ലവറെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ പ്രണയ നൈരാശ്യമൊക്കെയാണ് ഈ ഒരു കവിതൻ്റെ ഒരു തീമായിട്ട് വരുന്നത്. മൊത്തത്തിൽ ഈ ഒരു കവിത ഇറ്റ് ക്രിയേറ്റ്സ് എ മെലങ്കളിക് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ ഒരു കവിതയ്ക്ക് ഉള്ളത്. പോയറ്റ് ഹോപ്സ് ദാറ്റ് with this painful attempt of writing he wishes to get out of her memory. നമ്മൾ ഈ ഒരു കവിതൻ്റെ ടൈറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എന്ന് പറയുന്നത് ഇന്ന് രാത്രി ഞാൻ ഏറ്റവും ദുഃഖഭരിതമായിട്ടുള്ള കവിതകൾ എഴുതും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ത്രൂ റൈറ്റിംഗ്, എഴുത്തിലൂടെ എന്താണ് പോയറ്റ് ഈസ് ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ലവർ ഫ്രം ഹിസ് മെമ്മറി. ഇവിടെ ഒരു കവിത എഴുതുന്നതിലൂടെ തൻ്റെ കാമുകിയുടെ ഓർമ്മകൾ മറക്കാനുള്ള ഒരു ശ്രമമാണ് പോയറ്റ് ഇവിടെ ശ്രമിക്കുന്നത്. ത്രൂഔട്ട് ദ പോയം ദ സ്പീക്കർ റിക്കാൾസ് ദ ഡീറ്റെയിൽ ഓഫ് ഹിസ് ലോസ്റ്റ് ലവ്. He juxtaposes the past with his lover with the present loneliness he experiences. അപ്പോൾ ഈ ഒരു പോയത്തിൽ സ്പീക്കർ റിക്കാൾസ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ലോസ്റ്റ് ലവ്. ഈ ഒരു കവിതയിൽ അദ്ദേഹം ഹി ഈസ് ട്രൈങ് ടു ഷെയർ ഹിസ് മെമ്മറീസ് ഓഫ് ഹിസ് ലോസ്റ്റ് ലവ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇവിടെ ഈ ഒരു കവിതയിൽ സ്പീക്കർ റിക്കോൾ ചെയ്യുന്നുണ്ട്. ഹി ജക്സ്റ്റപ്പോസസ് ദ പാസ്റ്റ് വിത്ത് ഹിസ് ലവർ വിത്ത് ദ പ്രസൻറ്റ് ലോൺലിനെസ് ഹി എക്സ്പീരിയൻസസ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കവിതയിൽ ഒരു ജക്സ്റ്റപ്പോസ് വരുന്നുണ്ട്. അതായത് ഒരേ സമയം പാസ്റ്റിനെ കുറിച്ച് റീകളക്ട് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് പ്രസൻറ്റിലെ ലോൺലിനെസ്സിനെ കുറിച്ച്. അതായത് നൗ അവർ പോയറ്റ് ഈസ് അലോൺ ബിക്കോസ് ഹിസ് ലവർ ഈസ് നോട്ട് വിത്ത് ഹിം, അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ആ ഒരു ലോൺലിനെസ്സും കൂടിയും വരുന്ന ഒരു പാസ്റ്റ് പ്രസൻറ്റ് ഒരു മിക്സ്ചർ ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. It is written in the style of monologue with the repetition of the line Tonight I can write the saddest lines to emphasize his sorrow. അപ്പോൾ ഈ ഒരു കവിത ഒരു മോണോലോഗ് ഫോമിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൽ Tonight I can write the saddest line. This line is repeated in 3 times.
3-4 തവണയ്ക്ക് ഈ ഒരു കവിതയിൽ ഈ ഒരു വരി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടു എംഫസൈസ് ഹിസ് ഫീലിംഗ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുഃഖം എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈന് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. The poet in this poem is talking about his lost love. He feels that the immense sorrow he feels will enable him to write the saddest lines ever written. He uses night imagery to convey his sorrow. അപ്പോൾ ഈ ഒരു കവിതയിൽ പോയറ്റ് സംസാരിക്കുന്നത് അബൌട്ട് ഹിസ് ലോസ്റ്റ് ലവ്, അദ്ദേഹത്തിൻ്റെ നഷ്ട സ്നേഹത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഹി ഫീൽസ് ദാറ്റ് ദ ഇമ്മൻസ് സോറോ ഹി ഫീൽസ് വിൽ എനേബിൾ ഹിം ടു റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എവർ റിട്ടൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദുഃഖം, ഈ ഒരു ഇമ്മൻസ് ആയിട്ടുള്ള ഈ ഒരു ഗ്രേറ്റർ സോറോ, അദ്ദേഹത്തിനുള്ള ആ ഒരു ദുഃഖം അദ്ദേഹത്തെ ഒരു നല്ല ഏറ്റവും ദുഃഖഭരിതമായിട്ടുള്ള ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള വരികൾ എഴുതാൻ, കവിത എഴുതാൻ അദ്ദേഹത്തെ എനേബിൾ ചെയ്യും, അദ്ദേഹത്തിന് കഴിയും ഈ ഒരു ദുഃഖം കൊണ്ട് എന്നാണ് പോയറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹി യൂസസ് നൈറ്റ് ഇമേജറി ടു കൺവേ ഹിസ് സോറോ, അതിന് ഒരു നൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് പോയറ്റ് ചൂസ് ചെയ്യുന്നത്. ടു കൺവേ ഹിസ് ഡീപ്പ് സോറോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡീപ്പ് സോറോ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു രാത്രി ആണ് ഇവിടെ ഇമേജറി ആയിട്ട് ഇവിടെ പോയറ്റ് യൂസ് ചെയ്യുന്നത്. The main theme of this poem is love lost, solitude, past. ഇതെല്ലാമാണ് ഈ ഒരു കവിതൻ്റെ തീമായിട്ട് വരുന്ന. സ്നേഹം, നഷ്ടപ്രണയം, അതേപോലെ ഏകാന്തത, പാസ്റ്റിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ, മെമ്മറീസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിൽ, ഈ ഒരു പോയത്തിൽ ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എന്ന് പറയുന്ന കവിതേൻ്റെ മെയിൻ തീമായിട്ട് വരുന്നത്. നൗ we can deal the line by line analysis. നമുക്ക് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ലൈൻ, ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻ. അപ്പോൾ ഇവിടെ പോയറ്റ് ഈസ് ഓപ്പണിംഗ് ദിസ് പോയം, ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ ഒരു മെലങ്കളിക് മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹി ഡിസൈഡ് ടു റൈറ്റ് എ പോയം അറ്റ് ദിസ് നൈറ്റ്, ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് പോയട്രി എവർ ടു നൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് poet is going to write a sad poem. Actually he is broken lover now, so he can write the saddest lines ever. അതായത് ഏറ്റവും ദുഃഖഭരിതമായിട്ടുള്ള വരികൾ അദ്ദേഹത്തിന് എഴുതാൻ കഴിയും എന്നുള്ളതാണ്. ബിക്കോസ് ഹീ ഈസ് ബ്രോക്കൺ നൗ, ബിക്കോസ് ഹിസ് ലവർ ഈസ് നോട്ട് വിത്ത് ഹിം, അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. റൈറ്റ് ഫോർ എക്സാമ്പിൾ, ദ നൈറ്റ് ഈസ് സ്റ്റാരി ആൻഡ് ദ സ്റ്റാർസ് ആർ ബ്ലൂ ആൻഡ് ഷിവർ ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒരു സാഡസ്റ്റ് ലൈൻസ് എഴുതാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഉള്ളത്. ദ ടൈം ഈസ് നൈറ്റ്, രാത്രിയാണ് സമയം. നൈറ്റ് മാത്രമല്ല, നൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നൈറ്റ് സ്റ്റാരിയാണ്. ആൻഡ് ദ സ്റ്റാർസ് ആർ ബ്ലൂ ആൻഡ് ഷിവർ ഇൻ ദ ഡിസ്റ്റൻസ്. അതായത് ഇവിടെ ബ്ലൂ എന്ന് പറയുന്നത് ഒരു ഡിപ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇമേജായിട്ടാണ് ഇവിടെ ബ്ലൂ സ്റ്റാർസ് എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഷിവറിങ് ആൻഡ് ഷാറ്റേർഡ് ഇൻഡിക്കേറ്റ് ദ ഡെപ്ത് ഓഫ് ഹിസ് സാഡ്നെസ്, അദ്ദേഹത്തിൻ്റെ ഒരു സാഡ്നെസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നൈറ്റ് ഈസ് സ്റ്റാരി ആൻഡ് ദ സ്റ്റാർസ് ഓർ ദ ബ്ലൂ സ്റ്റാർസ് ഷിവറിങ് എന്നൊക്കെ കാണിക്കുന്നത് ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഡ്നെസ്സിൻ്റെ ഒരു ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹിയർ പോയറ്റ് ക്രിയേറ്റ്സ് എ മെലങ്കളിക് മൂഡ്. ഇവിടെ ഒരു മെലങ്കളിക് മൂഡാണ്, ഒരു ഗ്ലൂമി മൂഡാണ് ഇവിടെ പോയറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് യൂസിങ് ദ ഇമേജസ് ലൈക്ക് നൈറ്റ് സ്കൈ ഈസ് ഫിൽഡ് വിത്ത് ഡിസ്റ്റന്റ് ആൻഡ് ട്രംബ്ലിംഗ് ബ്ലൂ സ്റ്റാർസ്, അതായത് വിറക്കുന്ന നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ സ്റ്റാരി ആയിട്ടുള്ള രാത്രി എന്നൊക്കെ പറയുന്നത് ആ ഒരു ഗ്ലൂമി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The night wind revolves in the sky and sings. അപ്പോൾ ആ ഒരു രാത്രി എന്താണ്, ദ വിൻഡ് റിവോൾവ്സ് ഇൻ ദ നൈറ്റ് സ്കൈ ആൻഡ് സിങ്സ്. രാത്രി ഇങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്. അതെന്താണ്, ദ നൈറ്റ് വിൻഡ് ബിക്കംസ് ഹിസ് കമ്പാനിയൻ ആൻഡ് ഇനേബിൾ ഹിം ടു റൈറ്റ് വിച്ച് ഹി കുഡ് നോട്ട് റൈറ്റ് ടിൽ ദൻ. അപ്പോൾ ഇവിടെ ആ ഒരു കാറ്റിങ്ങനെ വീശുന്നുണ്ട്. ആ ഒരു കാറ്റിലൂടെ പോയറ്റിന് എന്താണ്, ഒരു പാട്ട് പാടുന്നത് പോലെ പോയറ്റിന് ഫീൽ ചെയ്യണം. അപ്പോൾ ദ നൈറ്റ് വിൻഡ് ബിക്കംസ് ഹിസ് കമ്പാനിയൻ. അപ്പോൾ ആ ഒരു സാഡസ്റ്റ് ലൈൻസ് എഴുതാനുള്ള എല്ലാ
ഒരു ഒരു ആംബിയൻസും പോയറ്റിന് ആ ഒരു രാത്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. രാത്രി നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആ ഒരു ഓർമ്മകളിലേക്ക് പിന്നെ പോയറ്റിനെ എത്തിക്കുന്ന രീതിയിലുള്ളൊരു ആംബിയൻസ് പോയറ്റിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രാത്രി കാറ്റൊക്കെ ഇങ്ങനെ റിവോൾവ് ചെയ്ത് പോകുന്നുണ്ട് ആകാശത്തൊക്കെ. അതേപോലെ പാട്ട് പാടുന്നത് പോലെ, നൈറ്റ് വിൻഡ് ഇങ്ങനെ പാട്ട് പാടുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്. Tonight I can write the saddest lines. I loved her and sometimes she loved me too. അപ്പോൾ ഇവിടെ വീണ്ടും the first line is also repeated again and again. ഇവിടെ നമ്മൾ പറഞ്ഞു ആ ഒരു സാഡ്നെസ്സിൻ്റെ ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വരി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ്, ഇന്ന് രാത്രി ഞാൻ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള വരികൾ എഴുതും എന്ന് വീണ്ടും പോയിട്ട് അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഐ ലവ്ഡ് ഹെർ ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് മീ ടു. അപ്പോൾ ഹിയർ പോയിറ്റ് ഈസ് കൺഫസിങ് ദാറ്റ് ഹി ലവ്ഡ് ഹെർ. ഇവിടെ പോയിറ്റ് കൺഫസ് ചെയ്യാണ്, ആ ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. എന്താ പറയുന്നത്? ഐ ലവ്ഡ് ഹെർ, ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സംടൈംസ് ഷീ ലവ്ഡ് ഹിം ബാക്ക്. എന്താ പറയുന്നത്? സംടൈംസ് ഐ ലവ്ഡ് ഹെർ ആൻഡ് ഷീ ലവ്ഡ് മീ ടു. ചില നേരങ്ങളിൽ അവൾ എന്നെയും സ്നേഹിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പോയിറ്റ് ഈസ് കൺഫ്യൂസ്ഡ് ദാറ്റ് ഹൂസ് ഫോൾട്ട് ഫോർ ദെയർ ബ്രോക്കൺ റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് കൺഫ്യൂസ്ഡ് ആവാണ്. അതായത് ആരുടെ ഒരു ഫോൾട്ടാണ്, അവരുടെ ഒരു സ്നേഹമില്ലാതെ ആവാൻ, അല്ലെങ്കിൽ അവരുടെ രണ്ടുപേർക്കിടയിലുള്ള ഒരു സ്നേഹമില്ലാതെ ആവാൻ ആരാണതിന് കാരണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ പോയിട്ട് പറയണം ഐ ലവ്ഡ് ഹെർ, ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. സംടൈംസ് ഷീ ലവ്ഡ് മീ ടു, ചില നേരങ്ങളിൽ അവൾ എന്നെയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് ഒരു കൺഫ്യൂസിങ് മൂഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. Through nights like this one, I held her in my arms. I kissed her again and again under the endless sky. അപ്പോൾ ഇവിടെ ഹിയർ അവർ പോയിറ്റ് ഈസ് റീകളക്റ്റിംഗ് ഹിസ് മെമ്മറീസ് വിത്ത് ഹിസ് ബിലവ്ഡ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിലവ്ഡ് ഉണ്ടായിരുന്ന, ആ ഒരു ലോസ്റ്റ് ലവർ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ ഓർമ്മകൾ റീകളക്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഐ യൂസ് ടു ഹോൾഡ് ഹെർ ഇൻ മൈ ആംസ് ഓൺ നൈറ്റ്സ്. എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ അവളെ എൻ്റെ കൈകളിൽ ഞാൻ എടുക്കുമായിരുന്നു. ഐ കിസ്ഡ് ഹെർ സോ മെനി ടൈംസ് ബിനീത്ത് ദിസ് എൻഡ്ലെസ് എൻഡിങ് സ്കൈ. ഞാൻ അവളെ കിസ് ചെയ്യുമായിരുന്നു. അതായത് ഇതൊക്കെ ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഓഫ് ലവർ, ഒരു ലവറുടെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസാണ് ഇവിടെ പോയിട്ട് ഷെയർ ചെയ്യുന്നത്. ഹിസ് മെമ്മറീസ് ടേക്സ് ഹിം ബാക്ക് ടു ദാറ്റ് ബ്യൂട്ടിഫുൾ ഡേയ്സ് വിത്ത് ഹിസ് ലവർ. ഇവിടെ അദ്ദേഹം ഈ ഒരു വരിയിൽ ആ ഒരു ഓർമ്മകളിലേക്ക് പോയിട്ട് തിരിച്ചു പോകുന്ന ഒരു ഫീലാണ്. ഇവിടെ ഒരു എൻഡ്ലെസ് സ്കൈ എന്നൊക്കെ പറയുന്നത് ദർ ലവ് ഈസ് എൻഡ്ലെസ്, അതായത് അവർ പോയിറ്റ്സ് ലവ് ഈസ് എൻഡ്ലെസ് എന്നുള്ള ഒരു മീനിങ്ങും കൂടി ഇവിടെ ഉണ്ട്. She loved me, sometimes I loved her too. How could one not have loved her great still eyes? ഇവിടെ she loved me and sometimes I loved her back. ചില നേരങ്ങളിൽ she loved me, അവൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. and I sometimes loved her back. ഇവിടെയും ആ ഒരു പോയിറ്റിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിറ്റിൻ്റെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ഇവിടെ ഉണ്ട്. he admit that her great still eyes will make anyone to fall in love with her. അപ്പോൾ ഇവിടെ പോയിറ്റ് പറയുന്നത്, പോയിറ്റ് ഈസ് ഡിസ്ക്രൈബിങ് ഹെർ ബ്യൂട്ടിഫുൾ ഐസ്, അവളുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഐസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇവിടെ പോയിറ്റ് പറയാണ് ഹെർ ഐസ് വിൽ മേക്ക് എനി വൺ ടു ഫോൾ ഇൻ ലവ് വിത്ത് ഹെർ. അവളുടെ കണ്ണുകൾ ആര് കണ്ടാലും അവളോട് പ്രണയം തോന്നുന്ന രീതിയിലുള്ള കണ്ണുകൾ, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മനോഹരമായിട്ടുള്ള കണ്ണുകളായിരുന്നു അവൾക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പോയിറ്റിന് ആ ഒരു ഡിപ്രഷൻ, അവളെ നഷ്ടപ്പെട്ടതിലുള്ള ഒരു ഡിപ്രഷന് വളരെ ക്ലിയറായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. Tonight I can write the saddest lines. To think that I do not have her, to feel that I have lost her. ഇവിടെ വീണ്ടും ആ വരി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എന്ന് പറയുന്ന വരി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടു തിങ്ക് ദാറ്റ് ഐ ഡു നോട്ട് ഹാവ് ഹെർ, ടു ഫീൽ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹെർ. ഇവിടെ ദ റൈറ്റർ സേസ് ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് പോയട്രി, ഞാൻ ഇന്ന് ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ളൊരു കവിത എഴുതും. ആസ് ഹി നോസ് ദാറ്റ് ഷീ ഈസ് നോ ലോങ്ങർ വിത്ത് ഹിം. അതായത് എങ്ങനെ മനസ്സിലാക്കാൻ, എൻ്റെ കൂടെ അവളില്ല എന്നുള്ളത് എന്നെ അറിയിക്കാൻ, എന്നെ ബോധ്യപ്പെടുത്താൻ ഐ വിൽ റൈറ്റ് എ സാഡസ്റ്റ് പോയം, ഞാൻ എന്ത് ചെയ്യും, ഒരു സാഡസ്റ്റ് ആയിട്ടുള്ള കവിത എഴുതുമെന്നാണ്. വിതൗട്ട് ഹെർ ദ നൈറ്റ് സീംസ് ടു ബി ലോൺലി. അതായത് പോയിട്ട് എത്രത്തോളം ലോൺലിയാണ് എന്നുള്ളതാണ് ഈ ഒരു വരികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പോയിട്ട് പറയാണ്, ഞാൻ ഇന്നൊരു കവിത എഴുതും, ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള കവിത എഴുതും. എന്തിനു വേണ്ടിയിട്ട്?
ടു ഫീൽ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹെർ, എനിക്ക് അവളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എന്നെ ഫീൽ ചെയ്യിപ്പിക്കാൻ, എന്നെ മനസ്സിലാക്കിക്കാൻ ഞാൻ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ളൊരു കവിത ഞാൻ ഇന്ന് എഴുതും എന്നാണ് പോയിട്ട് പറയുന്നത്. ദെൻ ടു ഹിയർ ദ ഇമ്മൻസ് നൈറ്റ് സ്റ്റിൽ മോർ ഇമ്മൻസ് വിത്തൗട്ട് ഹെർ ആൻഡ് ദ വേഴ്സ് ഫോൾസ് ടു ദ സോൾ ലൈക്ക് ഡ്യൂ ടു പാസ്ചർ. അപ്പോൾ ഇവിടെ പറയുന്നത് ദ നൈറ്റ് സീംസ് ഇവൻ മോർ വാസ്റ്റ് ആൻഡ് എൻലെസ് വിത്തൗട്ട് ഹെർ, ബട്ട് പോയിറ്റ് സേസ് പോയട്രി ഫോൾസ് ഇൻ ടു മൈ സോൾ ലൈക്ക് മോർണിംഗ് ഡ്യൂ ഡ്രോപ്സ് ഫോൾ ഓൺ ടു ദ ഗ്രാസ്. അതായത് ദ നൈറ്റ് ഈസ് ഇമ്മൻസ്, അതായത് രാത്രി, ആ ഒരു രാത്രി, അതായത് ആ ഒരു പോയിറ്റ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കവിത എഴുതണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു രാത്രി വളരെ ഗ്രേറ്ററായിട്ട് ഇങ്ങനെ വൈഡായിട്ട് ഇരിക്കുകയാണ്. അത് ഒന്നും കൂടി എനിക്കൊരു ഇമ്മൻസായിട്ട്, ഒരു എൻലെസ് ആയിട്ട്, വാസ്റ്റായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം എന്താണ്, ഷീ ഈസ് നോട്ട് വിത്ത് മീ, അവൾ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഏകാന്തത ഒന്നും കൂടി കൂട്ടുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ആ ഒരു രാത്രി ഒന്നും കൂടി ശൂന്യമായതുപോലെ എനിക്ക് തോന്നുകയാണെന്നാണ്. ആൻഡ് ദ വേഴ്സ് ഫോൾസ് ടു ദ സോൾ ലൈക്ക് ഡ്യൂ ടു ദ പാസ്ചർ. അതേപോലെ പോയറ്റ് പറയാണ്, പോയട്രി ഫോൾസ് ഇൻ ടു മൈ സോൾ, കവിത എൻ്റെ സോളിലേക്ക് വരുന്നുണ്ട്. ഏതുപോലെ എന്നാണ് പറയുന്നത്, ലൈക്ക് എ ഡ്യൂ ഡ്രോപ്സ് പോലെ, ലൈക്ക് എ ഡ്യൂ ടു ദ പാസ്ചർ, അതായത് പുൽമേടുകളിലേക്ക് ഇങ്ങനെ മഞ്ഞുതുള്ളി, മഴത്തുള്ളി വീഴുന്നത് പോലെ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ സോളിലേക്ക് കവിതകൾ ഒഴുകി വരുന്നുണ്ട് എന്ന് പറയുന്നത്. What does it matter that my love could not keep her? The night is starry and she is not with me. അപ്പോൾ what does it matter? It doesn't matter that my love wasn't enough for her. അതായത് ഇവിടെ പോയിട്ട് പറയണേ, എന്തൊക്കെ പറഞ്ഞാലും എന്താണ്, my love could not keep her. I can't keep my love. അതായത് എൻ്റെ സ്നേഹത്തെ എനിക്ക് എൻ്റെ കൂടെ നിർത്താൻ എനിക്ക് സാധിച്ചില്ല. He feels upset. Here our poet feels upset that the night is shattered as she is not with him. അതായത് നൈറ്റ് സ്റ്റാരി ആണെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഷീ ഈസ് നോട്ട് വിത്ത് മീ, അവൾ എൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ സ്നേഹത്തെ എൻ്റെ കൂടെ നിർത്താൻ, എൻ്റെ ലവറെ എൻ്റെ കൂടെ നിർത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നും പോയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. This is all in the distance. Someone is singing in the distance. My soul is not satisfied that it has lost her. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈനിൽ പറയുന്നത് that's all there is. He hears someone singing in the distance. Someone is singing far away. ദൂരെ നിന്ന് ഒരാൾ പാട്ട് പാടുന്നുണ്ട്. Which is also indicate that he is alone as he could hear it from a distance. അതായത് ആ പോയറ്റിന് he cannot enjoy that song. അദ്ദേഹത്തിന് ആ ഒരു പാട്ട് എൻജോയ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ബിക്കോസ് ഹിസ് സോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ഹി ഈസ് സെർച്ചിങ് ഫോർ ഹിസ് ലവർ. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ ലവറെ തിരഞ്ഞിരിക്കുകയാണ്, അവളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഐ കനോട്ട് എൻജോയ് ദാറ്റ് സോങ് ഫ്രം ദാറ്റ് ഡിസ്റ്റൻസ്. ആ ഒരു ദൂരെ നിന്ന് വരുന്ന പാട്ട് പോലും എൻജോയ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നാണ്. മൈ സൈറ്റ് tries to find her as though to bring her closer. My heart looks for her and she is not with me. ഇവിടെ പോയിട്ട് അക്സെപ്റ്റ് ചെയ്യണം. അതായത് പോയിറ്റ് വാണ്ട് ടു ഗെറ്റ് റീയുണൈറ്റഡ് വിത്ത് ഹിസ് ലേഡി ലവർ. ആ ഒരു ലേഡി ലവറുമായിട്ട് റീയുണൈറ്റ് ചെയ്യാനുള്ള ഒരു ലോങ്ങിങ്, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു വരികളിലൂടെ പറയുന്നത്. മൈ സൈറ്റ് ട്രൈസ് ടു ഫൈൻഡ് ഹർ, എൻ്റെ കണ്ണുകൾ അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൈ ഹാർട്ട് ലുക്സ് ഫോർ ഹർ, എൻ്റെ ഹൃദയം അവളെ കാത്തിരിക്കുന്നുണ്ട്. ബിക്കോസ് ഷീ ഈസ് നോട്ട് വിത്ത് മീ, കാരണം അവൾ എൻ്റെ കൂടെയില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സും എൻ്റെ കണ്ണുകളും ഒക്കെ ഞാൻ എപ്പോഴും അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് മൈ സോൾ ടു ലുക്സ് ഫോർ ഹർ, എൻ്റെ ആത്മാവ് പോലും അവളെ അന്വേഷിച്ചാണ് ഇരിക്കുന്നത്. The same night whitening the same trees, we of that time are no longer the same. അപ്പോൾ ഇവിടെ പോയിട്ട് വീണ്ടും ആ ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോവാണ്. ദിസ് നൈറ്റ് ആൻഡ് ദ ട്രീസ് ആർ ജസ്റ്റ് ലൈക്ക് ദ വൺസ് വി യൂസ് ടു ഷെയർ. അതായത് ദ സെയിം നൈറ്റ് എന്ന് പറയുന്നുണ്ട്, അതേ രാത്രി. അതായത് വൈറ്റനിങ് ദ സെയിം ട്രീസ്, വി ഓഫ് ദാറ്റ് ടൈം ആർ നോ ലോങ്ങർ ദ സെയിം. അതായത് എന്താണ്, ദ സെയിം നൈറ്റ്, അന്ന് നമ്മൾ ചിലവഴിച്ചതുപോലെ, അന്ന് നമ്മൾ ലവേഴ്സായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു രാത്രി പോലെ തന്നെ ഇന്നത്തെ രാത്രിയും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു. ദ സെയിം വൈറ്റ് ട്രീസ്, അതായത് ആ ഒരു നിലാവിൻ്റെ ആ ഒരു നിലാവൊക്കെ തട്ടിയിട്ട് മരങ്ങളൊക്കെ ഇങ്ങനെ വൈറ്റൻ ചെയ്തിട്ട് വെള്ള കളറിൽ കാണുന്നത് പോലെ ദിസ് നൈറ്റ് ഈസ് സെയിം ആസ് വി യൂസ് ടു ഷെയർ. നമ്മൾ ഒരുമിച്ച്
പങ്കുവച്ചിരുന്ന ആ ഒരു സമയത്തുണ്ടായിരുന്ന അതേ രാത്രി പോലെ എനിക്കിന്ന് ഫീൽ ചെയ്യുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. ബട്ട് ഷി ആൻഡ് ഐ ആർ ഡിഫറെൻ്റ് നൗ. പക്ഷേ നമ്മൾ രണ്ടുപേരും എന്താണ്, ആർ നോ ലോങ്ങർ ദ സെയിം. നമ്മൾ ഇന്ന് അതേപോലെയല്ല, നമ്മൾ അന്ന് ഉണ്ടായിരുന്നത് പോലെയല്ല ഇന്ന്. നമ്മൾ എന്താണ്, ഡിഫറെൻ്റ് ആണ്. വി ആർ സെപ്പറേറ്റഡ് എന്നാണ് പറയുന്നത്. Again he mentioned that the night is similar to the other night when they were together. I no longer love her, that's certain, but how I loved her. My voice tried to find the wind to touch her hearing. അപ്പോൾ ഐ നോ ലോങ്ങർ ലവ് ഹർ, ഇവിടെ പോയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ഡെഫിനറ്റ്ലി ഡോണ്ട് ലവ് ഹർ, ഇനി അവളെ ഞാൻ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല. ബട്ട് ഐ ലവ്ഡ് ഹർ സോ മച്ച്, പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. മൈ വോയിസ് tried to find the wind to touch her hearing. He even tried to send the wind to touch her hearing. അവളുടെ ആ ഒരു കാറ്റ് പോലും അവളുടെ ഈ ഒരു കാറ്റ് പോലും അവളെ ഒന്ന് പോയി തൊട്ടിരുന്നെങ്കിൽ എന്നൊക്കെയാണ് പോയിട്ട് ആഗ്രഹിക്കുന്നത്. ആസ് എ ലവർ, ഒരു ലവറുടെ ചിന്തയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു നൈറ്റ് വിൻഡ്, എൻ്റെ ചുറ്റും വീശിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നൈറ്റ് വിൻഡ് അവളുടെ അടുത്തേക്ക് ഒന്ന് എത്തിയിരുന്നെങ്കിൽ എന്ന് പോയിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്കിൽ കൂടി പോയിട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട്, ഐ ഡെഫിനറ്റ്ലി ഡോണ്ട് ലവ് ഹർ, ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല, പക്ഷെ ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. Another's, she will be another's as she was before my kisses, her voice, her bright body, her infinite eyes. അനദേഴ്സ്, ഇവിടെ പറയുന്നത് ഷീസ് അനദേഴ്സ് നൗ, എന്താണ്, അവൾ മറ്റൊരാളുടേതായി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ പോയിറ്റ് ഈസ് എക്സ്പ്രസിങ് ഹിസ് പെയിൻ ഓഫ് ലോസിങ് ഹർ വോയിസ്, ബോഡി ആൻഡ് ഇൻഫിനിറ്റ് ഐസ്. ഇവിടെ പോയിട്ട് ഒരു ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. പോയിട്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പെയിൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഐ ലോസ്റ്റ് ഹർ വോയിസ്, ഹെർ ബ്രൈറ്റ് ബോഡി, ഹെർ ഇൻഫിനിറ്റ് ഐസ്. ഇതെല്ലാം അവളുടെ ആ ഒരു സൗന്ദര്യമൊക്കെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷീ ഈസ് അനദേഴ്സ് വൈഫ് ഓർ ലവർ. അവൾ എന്താണ്, ഇപ്പോൾ മറ്റൊരാളുടെ പ്രണയിനിയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ആയിട്ടുണ്ടാവാം എന്നാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. ഐ നോ ലോങ്ങർ ലവ് ഹെർ, ദാറ്റ്സ് സെർട്ടൻ, ബട്ട് മേ ബി ഐ ലവ് ഹെർ. ലവ് ഈസ് ഷോർട്ട് ആൻഡ് ഫോർഗെറ്റിംഗ് ഈസ് സോ ലോങ്. അപ്പോൾ പോയിട്ട് പറയുന്നത് ഐ നോ ലോങ്ങർ ലവ് ഹർ, ഐ ഡെഫിനറ്റ്ലി ഡോണ്ട് ലവ് ഹർ എനിമോർ, ബട്ട് കോൺട്രാഡിക്ട്സ് ഹിംസെൽഫ് ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി മേ ലവ് ഹർ. അപ്പോൾ ഇവിടെ പോയിട്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. പോയിട്ട് പറയുന്നുണ്ട് മേ ബി ഐ ലവ് ഹർ, ഒരു പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചേക്കാം. അതായത് പോയിട്ട് ആദ്യം പറയുന്നുണ്ട് ഐ ഡോണ്ട് ലവ് ഹർ എനിമോർ, ഇനി ഒരിക്കലും ഞാൻ അവളെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ വരുന്നുണ്ട്. സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി മേ ലവ് ഹർ, ഒരു പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചേക്കാം. ലവ് ഗോസ് ബൈ സോ ക്വിക്ക്ലി, കാരണം പോയിട്ട് പറയുന്നുണ്ട് ലവ് ഈസ് സോ ഷോർട്ട്, ഫോർഗെറ്റിംഗ് ഈസ് സോ ലോങ്. അതായത് ലവ് ഗോസ് ബൈ സോ ക്വിക്ക്ലി, ലവ് ഈസ് ഷോർട്ട്, ലവ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. ബട്ട് ഫോർഗെറ്റിംഗ് ഈസ് സോ ലോങ്, ഫോർഗെറ്റിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ് റിവീൽസ് ഹിസ് ഡീപ്പ് ലവ് ഫോർ ഹർ. ഈ ഒരു വരിയിൽ ലവ് ഈസ് ഷോർട്ട്, പ്രണയം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. അതായത് ഒരു പക്ഷേ ആ ഒരു സമയം വളരെ ചുരുങ്ങിയതുപോലെ, ചെറുതായതുപോലെ അവർക്ക് തോന്നിയേക്കാം. പിന്നെ അവർ സെപ്പറേറ്റ് ആയതിന് ശേഷമുള്ള ആ ഒരു ഫൊഗറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് എന്നുള്ള മീനിങ്ങിലേക്കാണ് ഈ ഒരു ലോങ് എന്ന് പറയുന്ന ഒരു വരി പോയിട്ട് പറയുന്നത്. Because through nights like this one, I held her in my arms. My soul is not satisfied that it has lost her. Because on nights just like this one, I held her in my arms. അതായത് ഞാൻ ഒരു സമയത്ത്, ഞാൻ അവളെ സ്നേഹിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ എൻ്റെ കൈകളിൽ എടുക്കുമായിരുന്നു. ബട്ട് നൗ മൈ സോൾ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഹാസ് ലോസ്റ്റ് ഹെർ. പക്ഷേ നൗ ദ നൈറ്റ് ലീവ്സ് ഹിം വിത്ത് ദ മെമ്മറി ഓഫ് ഹിസ് ലവർ ആൻഡ് ഹെർ ലോസ് ലീവ്സ് ഹിസ് സോൾ ഡിസ്റ്റർബ്ഡ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താണ്? ഐ ലോസ്റ്റ് ഹെർ, എനിക്കവളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. though this be the last pain that she makes me suffer, and this the last verse that I write for her. He concludes this poem. ഈ ഒരു കവിത കൺക്ലൂഡ് ചെയ്യാണ്. പോയിട്ട് എന്താ പറയുന്നത്? though this be the last pain that she makes me suffer. പോയിറ്റ് ടേക്സ് എ ഡിറ്റർമിനേഷൻ, ഒരു ഡിറ്റർമിനേഷൻ എടുക്കുകയാണ്. പോയിറ്റ് പറയാണ്, ഒരു ഉറപ്പെടുക്കുകയാണ്. പോയിറ്റ് എന്താ പറയുന്നത്? ദിസ് ഈസ് ദ ലാസ്റ്റ് പെയിൻ ഷീ ഗിവ്സ് ഹിം. ദിസ് ഈസ് ദ ലാസ്റ്റ് പെയിൻ, ഇതായിരിക്കും എൻ്റെ അവസാനത്തെ, അവളെ ഓർത്തുകൊണ്ടുള്ള അവസാനത്തെ വേദന. ആൻഡ് ദീസ് ബി ദ ലാസ്റ്റ് സാഡ് ലൈൻസ് ഐ റൈറ്റ് അബൌട്ട് ഹെർ. അവളെക്കുറിച്ച് ഓർത്ത് എഴുതുന്ന ഏറ്റവും ദുഃഖമുള്ള വരികൾ
ഏറ്റവും ദുഃഖമുള്ള വരികളുടെ അവസാനത്തെ വരിയായിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. ദിസ് ഈസ് ദ ലാസ്റ്റ് പോയം ഹി റൈറ്റ്സ് ഫോർ ഹർ. അവൾക്ക് വേണ്ടി എഴുതുന്ന എൻ്റെ അവസാനത്തെ കവിതയായിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കവിതയിൽ പോയറ്റ് ഈസ് ഫൈനലി റെഡി ടു ഫോർഗെറ്റ് ഹർ ലവർ. ഈ ഒരു കാമുകിനെ മറക്കാനുള്ള ഒരു ശ്രമമാണ്. ബിക്കോസ് ഹീ ഈസ് ട്രൈങ് ടു റിട്ടേൺ ഹിസ് നോർമൽ ലൈഫ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ശ്രമമാണ് പോയറ്റ് ഈ ഒരു അവസാനത്തെ വരികളിലൂടെ പറയുന്നത്. എന്തായാലും ഈ ഒരു കവിതൻ്റെ ഒരു മൊത്തം ഒരു മെലങ്കളിക് ഗ്ലൂമി മൂഡാണ് ഈ ഒരു പോയത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലവറോടുള്ള ഒരു എക്സ്ട്രീം ലവാണ്, ആ ഒരു ലോങ്ങിങ് ആണ് ഈ ഒരു കവിതയിൽ പോയറ്റ് പാബ്ലോ നെരൂദ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.